ഓടിച്ചൊരു ബാലൻസ് ആയ ആൾക്കാർക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ജഡ്ജ്മെന്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. കൃത്യമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിക്കാനുള്ളതേ ഉള്ളൂ. ഈ സംശയങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തട്ടു എന്നുള്ള പേടി ഉണ്ടാകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ലെഫ്റ്റ് സൈഡിലുള്ള ആളെ തട്ടാതെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതും കൃത്യമായിട്ട് ഏത് ഭാഗത്ത് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കി തട്ടാതെ വണ്ടി ഓടിക്കാം എന്നാണ് ഞാൻ നമ്മുടെ ആ മുൻപിലുള്ള ജഡ്ജ്മെന്റിനെ എവിടെയാക്കണം, ഇവിടുന്ന് എടുത്ത് നിങ്ങൾ പുറത്ത് ചാടിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ട് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ്, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് പലർക്കും കിട്ടുന്നില്ല. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളും വാഹനം ഓടിച്ചു തുടങ്ങുന്നവരാണ്, വാഹനം ഓടിച്ചു കുറച്ചുനാളായി, എന്നാലും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല, തട്ടുമെന്നുള്ള പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം പലരും ലൈസൻസും കയ്യിലുണ്ട്, 10 വർഷമായി 15 വർഷമായിട്ട് വണ്ടിയും വീട്ടിലുണ്ട്. പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണ്. വണ്ടിയെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാൻ കഴിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആവുന്നതിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ള എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാൻ. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കൊന്നും. നമ്മുടെ ചുറ്റിന് വളരെ അപ്പൊ കാണിച്ചു കൊടുക്കണം. 70 വയസ്സുള്ള അപ്പച്ചന്മാർ വരെ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. എന്റെ വാഹനത്തിലുള്ള സാധനം കൊണ്ട് തന്നെയാണല്ലോ അവരുടെ വാഹനത്തിൽ ഉള്ളത്. അപ്പൊ അവരുടെ കൈയും കാലും കൊണ്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത്. അവരുടെ കൈയും കാലും കൊണ്ട് അവരവരുടെ വണ്ടിയിലെ സാധനം കൊണ്ട് വണ്ടി നിർത്തുന്നതും തിരിക്കുന്നതും വളയുന്നതല്ല. അതേ സാധനങ്ങളിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് വണ്ടി ഓടിക്കാമല്ലോ എന്നവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് പലർക്കും ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കിട്ടാത്തത് കൊണ്ട് വണ്ടി ഓടിക്കാൻ. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം ഓരോ വണ്ടിക്കും ഡാഷ്ബോർഡിന്റെ വ്യത്യാസം പലതാണ്. കാരണം പൊക്കം കൂടിയതുണ്ടാകും, പൊക്കം കുറഞ്ഞതുണ്ടാകും. അപ്പൊ ഒരേ ഡാഷ്ബോർഡിന്റെ പൊക്കമല്ല ഓരോ വണ്ടിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ നോക്കിയാൽ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ ആ പോസ്റ്റ് നിൽക്കുന്നത്. ഫ്രണ്ടിലുള്ള പോസ്റ്റ് ഈ ഒരു ഭാഗത്ത്, സെൻട്രലും അല്ല. പക്ഷെ ഇതേ രീതിയിൽ ആകണമെന്നില്ല വേറൊരു വണ്ടിക്ക് വരുമ്പോൾ. കാരണം ഈ പൊക്കം കൂടിയ ഒരു ഡാഷ്ബോർഡ് ആണെന്നുണ്ട്, ഇത്ര ഉള്ള ഒരു ഡാഷ്ബോർഡ് ആണ് കുട്ടിക്ക്. അപ്പൊ ആ ജഡ്ജ്മെന്റ് എവിടെ വന്നു? ഇവിടെ വന്നു. കണ്ടില്ലേ, കൈ ഇരിക്കുന്നതിന് നേരെയാണ് ഇപ്പൊ ആ പോസ്റ്റ് നിൽക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് പൊക്കം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മാറും. അതേപോലെ തന്നെ പൊക്കം കുറയുന്നതിനനുസരിച്ചോ ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് മാറി വരും. കണ്ടാ, ഈ രീതിയിലാവും അതിന്റെ വ്യത്യാസം വരിക. അപ്പം ഒരു കാരണവശാലും നമുക്ക് ഈ ഡാഷ്ബോർഡ് ലെവലിൽ വെച്ച് സെന്റർ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു ജഡ്ജ്മെന്റ് കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ ഇരിക്കുന്ന ആളിന്റെ വ്യത്യാസം വരും. കാരണം ഒരേ പൊക്കമുള്ള ആളല്ല ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. ആളിന് നീളമുള്ള ആൾക്കാരെ ഉണ്ടാകും, നീളം കുറഞ്ഞ ആൾക്കാരും ഉണ്ടാകും. നീളം കൂടിയ ആൾക്കാർ വരുമ്പോൾ ഇത് കണ്ടില്ലേ, ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടി. അതേസമയത്ത് നീളം കുറഞ്ഞ ആൾക്കാർ വരുമ്പോഴോ ഇങ്ങോട്ട് മാറി വരും. എന്ന് പറഞ്ഞതുപോലെ സീറ്റിന്റെ വ്യത്യാസം വരും. അതായത് സീറ്റ് പൊക്കം വരുന്നതിനനുസരിച്ചും സീറ്റ് പൊക്കം കുറയുന്നതിനനുസരിച്ചും ഇതെല്ലാം വ്യത്യാസം വരും. പിന്നെ ഓടിച്ചൊരു ബാലൻസ് ആയ ആൾക്കാർക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ജഡ്ജ്മെന്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. കൃത്യമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിക്കാനുള്ളതേ ഉള്ളൂ. ഈ സംശയങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തട്ടു എന്നുള്ള പേടി ഉണ്ടാകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ലെഫ്റ്റ് സൈഡിലുള്ള ആളെ തട്ടാതെ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതെ കൃത്യമായിട്ട് ഏത് ഭാഗത്ത് വെച്ചാൽ നമുക്ക് അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കി തട്ടാതെ വണ്ടി ഓടിക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ചെയ്യണം, നിങ്ങൾ സെന്റർ നോക്കി വെക്കാതെ, പല പല വ്യത്യാസങ്ങളുള്ള വണ്ടിയാണല്ലോ. അപ്പൊ എത്ര തവണ നിങ്ങൾ തുടക്കമായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറിയേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കണം അല്ലേ. ഞാനിപ്പോ ഈ ഒരു ഭാഗത്ത് എന്റെ കൈ വെക്കുകയാണ്. ഇപ്പൊ എന്റെ കൈയുടെ ഉള്ളിലേക്ക് ആ പോസ്റ്റ് വരാനും പാടില്ല, എന്നാൽ ഈ പോസ്റ്റ് ഒരുപാട് അകന്നു പോകാനും പാടില്ല. ഞാനിപ്പം മുൻപോട്ട് എടുത്ത് കാണിച്ചു തരാം. ഞാനിവിടെ കൈ വെച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് എടുത്ത് കാണിച്ചു തരാം.
ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ തന്നെയാണ് പോസ്റ്റ് നിൽക്കുക. അപ്പൊ ഞാൻ മുൻപോട്ട് എടുക്കുന്ന സമയത്ത് ഈ ലെവലിൽ കൊണ്ട് ഞാൻ ഈ കൈ കൊണ്ടുവന്ന് വെക്കുന്ന ലെവലിൽ ഇതേപോലെ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ആക്കത്തക്ക രീതിയിൽ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പൊ അതേ രീതിയിൽ വെച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അവിടെ നിർത്തി കാണിച്ചു തരാം, കൃത്യമായിട്ട് അത് തട്ടാതെ എങ്ങനെയാണ് നിർത്തുന്നുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, മിററിലൊക്കെ നോക്കി വണ്ടി ഇല്ലാന്ന് കണ്ടു, ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ വണ്ടി എവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നിർത്തിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മിററിലൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കാവും. ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. ഞാൻ ഈ ഒരു രീതിയിൽ കൈ വെക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ വണ്ടി എടുക്കാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ ആദ്യമേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഈ മിററിലോട്ട് നോക്കി, ഞാൻ ഇത്ര അകന്ന് കിടക്കുകയാണ്. ആ മിററിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത്ര അകന്ന് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പോസ്റ്റ് എവിടെ നിൽക്കുന്നത്, ദാ ഇവിടെ ഇപ്പൊ ആ പോസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും ചേരാനുണ്ട്. അപ്പൊ ചേർന്ന് വരുമ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരും. അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ഞാൻ കൈ വെച്ചു. ഇപ്പൊ വണ്ടി മുൻപോട്ട് ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് അവിടെ എത്താറാകുമ്പോഴേ കറക്റ്റ് ആണോ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ട, കൃത്യമായിട്ട് എന്റെ കയ്യൽ എന്റെ പുറത്തായിരിക്കുകയും വേണം, എന്നാൽ ഒരുപാട് അകന്നും പോകരുത്. കൃത്യമായിട്ട് നമുക്ക് ഇത് ചേർന്ന് തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് വണ്ടി ഇതിനകത്തുള്ളിലേക്ക് പോസ്റ്റും വരരുത്, കൃത്യമായിട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചേർത്ത് എന്ത് ചെയ്യാൻ പറ്റും. കണ്ട, നമുക്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് ജഡ്ജ്മെന്റ്, ലെഫ്റ്റ് സൈഡിലെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാം, നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാം. ഞാൻ മുൻപോട്ട് പോകുന്നതോറും ഞാൻ ഓരോ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ലെവലിന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്തു, നമുക്ക് ആ മുൻപിലുള്ള ആ കൊടി തോരണത്തിൽ നമുക്ക് തട്ടും. അപ്പൊ നമ്മുടെ കൊടി തോരണം എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആ കൊടി തോരണം നിൽക്കുന്നതെല്ലാം എവിടെയാ, ഇവിടെയാണ്. അപ്പൊ നമ്മുടെ ആ മുൻപിലുള്ള ജഡ്ജ്മെന്റിനെ എവിടെയാക്കണം, ഇവിടുന്ന് എടുത്ത് നിങ്ങൾ പുറത്ത് ചാടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ആദ്യം നിങ്ങൾ അങ്ങോട്ട് പിടിക്കുന്നതിന് മുമ്പ് ബാക്കിലെ വണ്ടിയെ ശ്രദ്ധിക്കേണ്ട. കാരണം നമുക്ക് നേരെ പോകാൻ കഴിയത്തില്ല, നമുക്ക് അതേ തട്ടാനും പാടില്ല. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മാറാനുണ്ട്. അപ്പം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഓവർടേക്കിംഗ് സൈഡ് ഏതാ, റൈറ്റ് സൈഡാണ്. അപ്പൊ നമ്മൾ നോക്കാതെ അങ്ങോട്ട് പിടിച്ചാൽ എന്ത് ചെയ്യും, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി തട്ടും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ മുൻകരുതൽ എടുക്കണം, ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ, ബാക്കി വണ്ടി ഇല്ലാന്ന് കണ്ടു, എന്ത് ചെയ്തു, ഞാൻ ഇതിനെ മാറ്റി. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അകന്നു പോകാനും പാടില്ല, എന്റെ പുറത്ത് ചാടിച്ചു. അതിന് നമുക്ക് അകത്തൊന്നും കാണാൻ പാടില്ല. ആണോ, ഇത്ര ഈ ഒരു ജഡ്ജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തട്ടത്തുമില്ല, എന്നാൽ ഒരുപാട് ഗ്യാപ്പും ഇല്ല. അത് കൃത്യമായിട്ട് കറക്റ്റ് ആണ്. കണ്ട, തുമ്പ് കറക്റ്റ് ഇട്ടാണ് നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വണ്ടി ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ചെയ്ത് നമുക്ക് ഏത് ചെറിയ റോഡിലും, ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചെറിയ റോഡിലോട്ട് ഇറങ്ങിയിട്ട് പോലും നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരാളാണെങ്കിലും വണ്ടിയാണെങ്കിലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ ഒരു ഭാഗത്തിന്റെ ഉള്ളിലേക്ക്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ഒട്ടിച്ചു വെക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സാധനം പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരാതെ. അപ്പൊ ഇതുപോലെ തന്നെ നാട്ടില്ലേ, നമുക്കൊരു വണ്ടി വരുമ്പോഴും നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്തേക്ക് ഉള്ളിലേക്ക് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് കൊണ്ട് വെച്ചാൽ മതി. എന്നാലും നമുക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി ചേർത്തുള്ളൂ. എന്നാലും നമുക്ക് ഇതുണ്ടല്ലോ, ഇടുങ്ങിയ സ്ഥലത്തും കൃത്യമായിട്ട് നമുക്കൊരു വാഹനങ്ങൾക്കൊക്കെ സൈഡ് കൊടുത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ജഡ്ജ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത്, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ